നമുക്കറിയാം നമ്മുടെ പുതിയ കോച്ച് വന്നതിന് ശേഷം നമ്മൾ താങ്ക് യു പോസ്റ്റുകൾ മാത്രമാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തോന്നുന്നു ഇനി ഒരു 2-3 ദിവസം കൂടെ താങ്ക് യു പോസ്റ്റുകളുടെ എണ്ണം ഇനിയും കൂടുമായിരിക്കും. കാരണം നമ്മുടെ ഇവാൻ കോച്ച് എന്ന സമയത്ത് അദ്ദേഹം ചെറിയ ചെറിയ ചേഞ്ചസ് എന്ന് വെച്ചാൽ ഇവാന് ടാറ്റിക്സിന് തോന്നുന്ന പോലെ 2-3 ചേഞ്ചസ് അവിടെ ഇവിടെ വരുത്തുന്നുള്ളായിരുന്നു. എന്നാൽ പുതിയ കോച്ച് വന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുതിയ പ്ലേയേഴ്സിനാണ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പ്ലേയേഴ്സ് വരാനുമുണ്ട്, കുറേ പ്ലേയേഴ്സ് പോകാനുമുണ്ട്. പിന്നെ നമ്മളോട് കുറേ പേര് ചോദിച്ചായിരുന്നു നമ്മുടെ ഗോൾഡൻ ബൂട്ട് വിന്നറായ ഡിമി എന്തുകൊണ്ടാണ് മാനേജറിന് നിലനിർത്താത്തത്, അദ്ദേഹത്തെ വിട്ട് കളഞ്ഞതെന്ന്. നമുക്കറിയാം ഡിമിയുടെ ഏജൻറ്റ് കുറേ പൈസ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നിന്നേക്കാൾ എക്സ്ട്രാ എമൗണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓഫ്കോഴ്സ് അദ്ദേഹം ചോദിക്കും, കാരണം ഗോൾഡൻ ബൂട്ട് വിന്നറാണ്. അതുപോലെ ISLലെ മറ്റ് ക്ലബ്ബിൽ നിന്ന് ഓഫറുകളും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലനിൽക്കണ്ട എന്ന് വെച്ചാൽ അതിൽ നിൽക്കാൻ താല്പര്യമില്ല, വേറെ ക്ലബ്ബിലേക്ക് പോകാനാണ് താല്പര്യമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോയത്. നമ്മുടെ ക്ലബ്ബ് ശ്രമിച്ചായിരുന്നു അദ്ദേഹത്തെ നിലനിർത്താൻ വേണ്ടി, എന്നാൽ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. ഒരുപക്ഷെ നമ്മൾ അദ്ദേഹം പറഞ്ഞ ആ ടേംസ് ആൻഡ് കണ്ടീഷനോട് എഗ്രി ചെയ്യാത്തതുകൊണ്ടായിരിക്കും. എന്തൊക്കെയായാലും അദ്ദേഹം ഇപ്പോൾ ഈസ്റ്റ് ബംഗാളുമായിട്ടൊരു പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. 1 ഇയർ പ്ലസ് 1 ഇയർ ഡീലാണ്. നമുക്കറിയാം ഓൾറെഡി ഈസ്റ്റ് ബംഗാൾ നമ്മുടെ പഞ്ചാബ് FCന്ന് തലാലെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 10 അസിസ്റ്റും 3 ഗോളും കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഡിമിക്കാട്ടെ 13 ഗോളും 3 അസിസ്റ്റും ഉണ്ടായിരുന്നു. ISLലെ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് 2 പ്ലേയേഴ്സിനാണ് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത്. അവർ ഓൾറെഡി നമുക്കറിയാം ക്ലൈറ്റൺ സിൽവ തുടങ്ങിയ പ്ലേയേഴ്സൊക്കെ ടീമിലുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഡിമിയും അതുപോലെ തലാലോട് ചേരുന്നത്. അടുത്ത വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമായിരിക്കും ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. ടീമിൽ പോയി നമ്മൾ വേറെ പ്ലേയേഴ്സിനെ കൊണ്ടുവരും, പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ഇനി ആരൊക്കെ വരും, എങ്ങനെയായിരിക്കും ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ടീമിനത് സക്സസ്ഫുൾ ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കുമെന്ന് മാത്രം നമ്മൾ നോക്കി കണ്ടാൽ മതി. പോയത് പോയി. ഓൾറെഡി നമുക്ക് ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള നോഹയുണ്ട്, ലൂണയുണ്ട്. അത് ശരിക്കും ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് ചെറിയ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ നോഹയെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവാൻ ഉള്ളപ്പോൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവാനെ പറഞ്ഞു വിടുന്ന മുമ്പേ നമ്മൾ നോഹയ്ക്ക് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ കുറേ പേരുടെ ചോദ്യം, നമ്മൾ നോഹയെ സൈൻ ചെയ്തത് ഇവാൻ ഉള്ളപ്പോൾ എന്ന് വെച്ചാൽ ഇവാൻ്റെ ഒരു ഒപ്പീനിയൻ്റെ മേളിലാണോ, അതുകൂടാതെ ഇനി ലൂണയെ നമ്മൾ നിലനിർത്തിയത് ഫാൻസിനെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ്. ഞാൻ ഇതിലൊരു ഒപ്പീനിയനോ അല്ലെങ്കിൽ ഒരു സംഭവം പറയുന്നില്ല. ഇതിനൊരു ആൻസർ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം. കാരണം കുറേ പേർക്ക് ഉള്ള സംശയമാണ്, ലൂണയെ നമ്മൾ നിർത്തിയത് കുറേ ഫാൻസിനെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ, അല്ലെങ്കിൽ ഇനി എന്ത് കാണിച്ചാലും ലൂണയെ നിലനിർത്തിയില്ലോ, ലൂണ ഉണ്ടല്ലോ എന്ന് ഒരു സംഭവം മുമ്പോട്ടിട്ട് കാണിക്കാനല്ലേ എന്ന്. എന്തെങ്കിലും ഞാൻ ഇതിലൊരു ഒപ്പീനിയൻ പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ കുറേ ഇന്ത്യൻ പ്ലേയേഴ്സും ഇനി ഒരു താങ്ക് യു പോസ്റ്റുകളായിട്ട് വരാനുണ്ട്. നമുക്കറിയാം ഒരു 3 ഫോർവേഡ് വെച്ചാണ് നമ്മുടെ കോച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോറിൻ പ്ലേയേഴ്സിന് ഫോർവേഡിലേക്ക് പ്രയോറിറ്റി പോകാൻ ചാൻസ് ഉണ്ട്. സോ ഡിഫൻസിൽ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത്രേ കൂടും. അതുകൊണ്ട് തന്നെ പ്രീതം കോട്ടാലും പ്രവീർ ദാസും ഒക്കെ നിലനിൽക്കണം, ടീമിനൊപ്പം അടുത്ത വർഷം കളിക്കണം തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സ്കോവിച്ചിനെ പോലെ ഒരു ക്യാപ്റ്റൻസി ഒരു മെൻറ്റാലിറ്റിയുള്ള പ്ലെയർ ടീം ഇടുമ്പോൾ നമ്മുടെ പ്രീതം കോട്ടാലിനെ പോലെ നാഷണൽ ടീം എക്സ്പീരിയൻസും അതുപോലെ മോഹൻ ബഗാനിക്ക് വേണ്ടി ഇത്രയും കളിച്ച് കഴിഞ്ഞ വർഷം ബ്ലാസ്റ്റേഴ്സ് കളിച്ച പ്ലെയർ ടീമിൽ നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ്. സോ പ്രീതം കോട്ടാലും നമ്മുടെ ഡിഫൻസ് വേണം. പ്രീതം ഹോർമി തന്നെയായിരിക്കും സെൻറ്റർ ബാക്ക്. സപ്പോസ് ഒരു ഇന്ത്യൻ ഡിഫൻസ് ആണെങ്കിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത് തീർച്ചയായും ടീമിനത് ഗുണകരമായി തന്നെ ബാധിക്കുകയുള്ളൂ. പിന്നെ നമുക്കറിയാം 3 ഫോർവേഡായിട്ട് കളിക്കുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡും അതുപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിപിൻ മോഹനന് ഡാനിഷ് ഫാറൂഖും ടീം വിടുമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും അത് ഉറപ്പായിട്ടില്ല. പിന്നെ ജിക്സൺ സിംഗ്, ലൂണ ഇവരുടെയൊക്കെ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഏകദേശം ജൂലൈയോടെ തന്നെ പ്രീ സീസൺ തുടങ്ങേണ്ടി വരും. നമ്മുടെ കോച്ച് കഴിഞ്ഞ ദിവസം കൊടുത്ത ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ജൂലൈയോടെ തന്നെ അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് ഇന്ത്യയിലേക്ക് പറഞ്ഞ പ്രീ സീസൺ തുടങ്ങുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ SDയുടെ കൂടെയാണ്. SDയുടെ കൂടെ 2 ദിവസം നിൽക്കും. സപ്പോസ് എൻ്റെ കൂടെ നിൽക്കുന്ന 2-3 സ്റ്റാഫുകൾ എനിക്ക് കൊച്ചിയിലേക്ക് എന്ന് വെച്ചാൽ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന്. നമ്മൾ എല്ലാ വർഷവും കാണിക്കുന്ന പോലെ ഈ ഡ്യൂറൻ കപ്പും സൂപ്പർ കപ്പും ഒന്നും സീരിയസ് ആക്കാതെ ജസ്റ്റ് ഒരു പ്രീ സീസൺ പോലെ കാണാതിരുന്നാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം തീരുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം നമ്മൾ എല്ലാ വർഷവും ഡ്യൂറൻ കപ്പിൽ ഒന്നെങ്കിൽ ഒരു ഇന്ത്യൻ സ്ക്വാഡ് അല്ലെങ്കിൽ ഒരു മേജർ പ്ലേയേഴ്സ് ഇല്ലാത്തൊരു സ്ക്വാഡാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് സീരിയസ് ആയിട്ട് കണ്ട് അതൊരു മേജർ ടൂർണമെൻറ്റ് വല്ലതും കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം ടീമായിട്ടൊരു കോമ്പിനേഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇവാൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 3 വർഷം ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ വലിയ ചേഞ്ചസ് ഒന്നും ടീമിൽ എന്ന് വെച്ചാൽ ഒരു മേജർ ചേഞ്ച് ഒന്നും ഇല്ലാതെയായിരുന്നു. സോ നമുക്ക് പിന്നെയും അത് ന്യായീകരിക്കാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ ഒരു യൂത്ത് സ്ക്വാഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വിട്ടുകൊണ്ടിരുന്നതെന്ന്. എന്നാൽ പുതിയ കോച്ചിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ടൈം വേണം. അങ്ങനെ ടൈമിന് പറ്റിയൊരു സംഭവമാണ് ഡ്യൂറൻ കപ്പ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിച്ചിരി സീരിയസ് ആയിട്ട് കണ്ട് മാക്സിമം നമ്മൾ എല്ലാ പ്ലേയേഴ്സിനും ഉൾപ്പെടെ ഇൻക്ലൂഡിങ് ഇന്ത്യൻ ഫോറിൻ പ്ലേയേഴ്സിനും ഉൾപ്പെടെ വിടുകയാണെങ്കിൽ ടീമിന് പിന്നെ ഗുണകരമായി വരാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഇതിനുവേണ്ടി കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത സീസണിന് വേണ്ടി നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണ് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ പൊസിഷൻ നല്ല പ്ലെയർ വന്നാൽ ടീമിന് ഇത്രയും കൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു റിക്വയർമെൻറ്റ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ നല്ലതായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്, തീർച്ചയായും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കളിലേക്ക് എന്താ പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.